السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وبه نستعين، وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين. ثم أما بعد. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു പുണ്യദിനം വെള്ളിയാഴ്ച ഈ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സ്വീകരണ സമയമാണിത്. നമ്മുടെ പഠിക്കൽ എന്ന പോലെ വിശുദ്ധ മാസം വന്നു നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും നമുക്ക് ആയുസ് നീട്ടിയിട്ടു. നമ്മൾ അൽഹംദുലില്ലാഹ് ആരോഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഒരു വർഷം ഇതുപോലെ നമ്മൾ കൂടുമ്പോൾ നമ്മളോടൊപ്പം വേദി പങ്കിട്ടിരുന്നവർ, ഒത്തുകൂടിയിരുന്നവർ, സാന്നിധ്യം തെളിയിച്ചവർ പലരും അവരിൽ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം മേകി പരലോകയാത്രയിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കനിയുമാറാവട്ടെ. നമ്മളുടെ പല സഹോദരങ്ങളും ശയ്യാവലംബികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ്. അള്ളാഹു അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ നമുക്കും അവർക്കുമൊക്കെ അഫുവും ആഫിയത്തും കനിയുമാറാവട്ടെ. ഇന്ന് ഈ വേദിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുമൊഴിയാണ്. അത് ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ഏറെ പ്രാധാന്യമുള്ളതുമാണ്. ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണിത്. നന്നായി നമ്മൾ സൂക്ഷ്മ വായന നടത്തി പ്രയോഗങ്ങളെ വിശകലനം ചെയ്ത് ഉൾക്കൊള്ളേണ്ട ഒരു തിരുമൊഴി, വിശിഷ്യ അതിൻ്റെ തുടക്കവും ഒടുക്കവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതായി അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നത് ഇപ്രകാരം: ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും വതഅറദു ലിനഫഹാതി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാതി മിർ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി വസലുല്ലാഹ അൻ യസ്തുറ ഔറാതികും വ അൻ യുഅമ്മിന റൗആതികും. ഇതാണ് ഹദീസിൻ്റെ പ്രയോഗം. ഇതിൻ്റെ തുടക്കം ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, നിങ്ങൾ എപ്പോഴും നന്മ ചെയ്യുക, ഖൈർ പ്രവർത്തിക്കുക എന്നാണ്. ഇഫ്അലുൽ ഖൈർ, നന്മകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഏൽക്കാൻ, ചെയ്യാൻ കൽപ്പനയാണ്. ചില നിവേദനങ്ങളിൽ ഉത്ലുബുൽ ഖൈറ ദഹ്റക്കും എന്നാണ്. ഉത്ലുബുൽ ഖൈർ, നിങ്ങൾ നന്മകളെ അന്വേഷിക്കണം എന്നാണുള്ളത്. പിന്നെ അതിൻ്റെ ഒടുക്കത്തിൽ വസലുല്ലാഹ അൻ യസ്തുറ ഔറാതികും വ അൻ യുഅമ്മിന റൗആതികും, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഔറത്തുകൾ മറക്കാൻ, നിങ്ങളുടെ റൗഅത്തിനെ മാറ്റി നിർഭയത്വം, പേടിയെ മാറ്റി നിർഭയത്വം തരാൻ നിങ്ങൾ ചോദിക്കണം, അള്ളാഹുവോട് യാചിക്കണം എന്നാണ് അവസാനത്തിലുള്ളത്. പിന്നെ അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വിഷയങ്ങൾ ഉണർത്തിയത് അത് നമുക്ക് മനസ്സിലാക്കാം. ഇഫ്അലു അൽ ഖൈർ ദഹ്റക്കും, എപ്പോഴും നന്മയിൽ തുടരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം. നന്മയെ അന്വേഷിക്കുക, എന്നിട്ട് ആ നന്മയിൽ ആളുകളായി അത് തുടർത്തുക എന്നാണ്. അതെന്തുകൊണ്ട്? വതഅറദു ലി നഫഹാതി റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നഫഹാത്തിന് നിങ്ങൾ വിധേയരാകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വനത്തിനുപരിയിൽ അർശിന്മേൽ അള്ളാഹുവിങ്കൽ, ആ റഹ്മത്തിൻ്റെ നഫഹാത്തിന് നിങ്ങൾ വിധേയരാകണം എന്നാണ്. നഫഹാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഫഹത്ത്, ഇപ്പം നഫഹ, നഫസ, നഫഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രസരിപ്പിനെ, അരുൾപ്പാടിനെയൊക്കെ അറിയിക്കുന്ന ഒരു പ്രയോഗമാണത്. ഊതുക, വീശുക എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ നഫഹ, നഫസ. അതേപോലെ തന്നെയാണ് നഫഹ.
പക്ഷേ പലപ്പോഴും ഈ സുഗന്ധം വീശുന്നതിന്, പരിമളം പൊഴിക്കുന്നതിന് ഒക്കെയാണ് ഈ നഫഹ കൂടുതലായിട്ട് പ്രയോഗിക്കുക. ഇവിടെ നഫഹാത്തി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നഫഹാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനത്തിനുപരിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ വർഷിക്കും, പ്രസരിപ്പിക്കും, അതിന് ഒഴുക്കും എന്നുള്ളതാണ്. ആ റഹ്മത്തിൻ്റെ നഫഹാത്ത് അതിവിടെ ഭൂമിയിലുണ്ടാകുമ്പോൾ, വിണ്ണിൽ നിന്ന് അത് മണ്ണിലേക്ക് വർഷിക്കുമ്പോൾ ആ വർഷത്തിന്, ആ പ്രസരിപ്പിന് നിങ്ങൾ വിധേയരാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് പറയുകയാണ്, ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദി. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് വർഷിക്കൽ, പ്രസരിപ്പിക്കൽ, ഒഴിക്കൽ അത് ഉണ്ടാകും. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ദാസന്മാർക്കാണ് ലഭിക്കുക, ഏൽക്കുക. അത് ഏൽക്കാൻ നിങ്ങൾ വിധേയരാകൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ചില നിവേദനങ്ങളിൽ ആ പ്രസരിപ്പ് ഏറ്റാൽ അത് ഏൽക്കുന്നവന് ഒരിക്കലും ഭാഗ്യദോഷിയാവുകയില്ല എന്നാണ്. ഫലാ തഷ്ഖൗന ബഅദഹു അബദൻ എന്നാണ്, അല്ലെങ്കിൽ ബഅദഹ അബദൻ എന്നാണ്. ഒരിക്കലും അയാൾ ഭാഗ്യദോഷിയാകില്ല എന്ന് പറയുന്നത്. ഈ നഫഹാത്തു റഹ്മത്തില്ല, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നഫഹാത്ത്, അള്ളാഹു വാരങ്ങൾക്കുപരിയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുമായി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അതിങ്ങനെ വർഷിക്കുന്ന, ഒഴുക്കുന്ന ചില സമയങ്ങളുണ്ട് എന്നാണ്. അതെപ്പോൾ അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുണ്ടാകും. പക്ഷെ നമ്മളെപ്പോഴും നന്മയിൽ വർത്തിച്ചാൽ, നന്മ കാംക്ഷിച്ചാൽ, ആ നന്മയിലായിരിക്കും അത് നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മൾ കേൾക്കും, നമ്മളതിന് വിധേയരാകും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞത്, വസലുല്ലാഹ അൻ യസ്തുറ ഔറാതികും വ അൻ യുഅമ്മിന റൗആതികും. നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഔറത്തുകളെ മറക്കാനും നിങ്ങളുടെ റൗഅത്തിനെ നിർഭയമാക്കാനും തേടാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇവിടേക്ക് ഒഴുക്കപ്പെടുമ്പോൾ ആ സമയം നമ്മൾ ദുആയിലായിരിക്കണം, ദുആ മനസ്സുള്ളവരായിരിക്കണം, നമ്മുടെ അവസ്ഥ പ്രാർത്ഥനാമയമായിരിക്കണം. അതിൽ രണ്ട് വിഷയങ്ങൾ നന്നായി തെളിയണം, നിഴലിക്കണം. ഒന്ന് എന്താ, അൻ യസ്തുറ ഔറാതികും, മറ്റേത് വ അൻ യുഅമ്മിന റൗആതികും. സിത്രുൽ ഔറ, ഔറത്ത് മറക്കൽ. അതേപോലെ തന്നെ അംനു റൗഅ, പേടിയെ മാറ്റി നിർഭയത്വം കനിയൽ. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, അതിൻ്റെ ഒരു ആവശ്യകത, അനിവാര്യത, പ്രാധാന്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെ പെറുക്കി അത് ചോദിക്കാൻ പറഞ്ഞതിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഔറത്ത് എന്താ? ഈ ഔറത്ത്, ഔറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കാണുന്നത് നമ്മളെ ലജ്ജിപ്പിക്കുന്ന വിഷയമാണ്, അല്ലേ? മറ്റുള്ളവർ കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൂടി പൊതിഞ്ഞ് കൊണ്ട് നടക്കുന്നത്, അത് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഔറത്ത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അലൈസ ഔറത്തുന മാ നഅതി മിൻഹാ വമാ നദർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉസ്തുർ ഔറതക് ഇല്ലാ മിൻ സൗജതിക് ഔ മാ മലകത് യമീനുക്. നിൻ്റെ ഔറത്തിനെ നീ മറക്ക് നിൻ്റെ ഇണയുടെ മുമ്പിൽ. അത് അടിമകളായിട്ടുള്ള ഇണകളാകാം, അല്ലെങ്കിൽ നമ്മൾ അടിമകളല്ലാത്ത ഇണകളെ സ്വീകരിച്ചവരാകാം. അവരുടെ മുമ്പിൽ വെച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ മുമ്പിൽ നീ നിൻ്റെ ഉസ്തുർ ഔറതക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഔറത്ത് എന്താ നമുക്ക് വ്യക്തമായി. അപ്പോൾ സഹാബി ചോദിക്കാൻ, റസൂലെ, ഒരു വ്യക്തി ഇൻകുന്തു ഖാലിയൻ, ഞാൻ ആളൊഴിഞ്ഞിടത്താണെങ്കിലോ എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഫല്ലാഹു അഹഖു അൻ യുസ്തഹ്യാ മിൻഹു, അള്ളയാണ് ഏറ്റവും കൂടുതൽ നാം ലജ്ജിക്കാൻ അർഹനായവൻ. എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞെടുത്താണെങ്കിലും ഇതിങ്ങനെ തുറന്നിട്ട് അത് പാടുള്ളതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഔറത്ത് അവൻ മറച്ച് ഒളിപ്പിച്ച് അങ്ങനെ നടക്കണമെന്ന് പറഞ്ഞ്, ഇണയുടെ മുമ്പിൽ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഔറത്ത് നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്, അല്ലേ? ഇതല്ലാതെയുള്ള ഔറത്തുകളില്ലേ, ഇതിനേക്കാൾ കടുത്ത ഔറത്തില്ലേ? അതെന്താ? മറ്റുള്ളവർ കാണുന്നത് നമ്മൾ ലജ്ജിക്കുന്ന വിഷയം എന്താ? നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ, ആളൊഴിഞ്ഞിടത്ത് സ്വകാര്യതയിൽ നമ്മളിൽ നിന്ന് വന്നു പോയ വീഴ്ചകൾ, നമ്മളൊക്കെ എത്ര പാത്ത് പതുങ്ങി, പക്ഷേ ഇതൊക്കെ ആളുകൾക്കിടയിൽ പരസ്യമായിട്ടുണ്ട് എങ്കിൽ
അത് പരസ്യമാക്കാൻ അള്ളാഹ്ക്ക് അറിയില്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരാണ് സിത്തീർ. അള്ളാഹു മറക്കുന്നവനാണ്. അടിയാറുകളുടെ തെറ്റുകൾ, കുറവുകൾ അതൊക്കെ പാട്ടാക്കാൻ അള്ളാഹ്ക്ക് അറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരസ്യമാക്കാതെ പരോക്ഷമാക്കി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നു. അഭിമാനങ്ങൾ അള്ളാഹു കാക്കുന്നു. അള്ളാഹു സിത്തീറാണ്. അള്ളാഹു യുഹിബ്ബു സിത്തർ. ഒരു ഹദീസിൽ ഒരാൾ തുറന്ന സ്ഥലത്ത് ഉടുമുണ്ടില്ലാതെ കുളിക്കുകയാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പ്രസംഗിച്ച് ഹംദും സലാത്തൊക്കെ ചൊല്ലിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസിത്ർ. അള്ളാഹു ഹയ്യാണ്, ഹയാ ഉള്ളവനാണ്, ലജ്ജ. സിത്തീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല കുറവുകളും ന്യൂനതകളും ഐബുകളൊക്കെ മറക്കുന്നവനാണ് സിത്തീർ. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബുൽ ഹയാ വസിത്ർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈദാ ഖത്തസല അഹദുക്കും ഫലിയസ്തതിർ. അതുകൊണ്ട് കുളിക്കുന്നവർ മറ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു, മറക്കാൻ പറഞ്ഞു. നാണം മറച്ചേ കുളിക്കാവൂ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല സിത്തറിനെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നീ ആളുകളുടെ ഐബ് തന്നെ ചെയ്തോൻ തന്നെ ഐബ് പറയാൻ പാടുള്ളതല്ല. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങാടി പാട്ടാക്കുക ഞാനിത് ചെയ്തു എന്ന്. ഇന്നത്തെ കാലമൊക്കെ അതൊരു ഹരായി മാറിയ കാലമാണ്. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. തെറ്റ് ചെയ്യുക എന്നിട്ട് ഞാനത് തെറ്റ് ചെയ്തു, അതും ക്രൂരതകൾ ചെയ്യുക എന്നിട്ട് ആ ക്രൂരത ചെയ്തു എന്നുള്ളത് ഏറ്റു പറയാൻ ലജ്ജല്ലാത്തൊരു സമൂഹം വരികയാണ്. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. പക്ഷേ നമ്മളിവിടെ മുമ്പ് ഞാൻ പറഞ്ഞ ഓർക്കുണ്ടാവും, ഈ അബുൽ യസർ കഅബ് ബിൻ അംർ അൽ അൻസാരിയുടെ ഒരു വിഷയം. അബുൽ യസർ കഅബ് ബിൻ അൻസാരി അദ്ദേഹം കാരക്ക വിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ കാരക്ക വാങ്ങാൻ വേണ്ടി വന്ന്, അപ്പോൾ ഈ സ്ത്രീ വന്നപ്പോൾ അബുൽ യസർ കഅബ് ബിൻ അംർ അൽ അൻസാരി അദ്ദേഹം പറഞ്ഞു, ഇന്ന ഫിൽ ബൈത്തി തംറൻ അത്യബ മിൻ. ഈ പുറത്ത് ചെയ്തതിനേക്കാൾ നല്ല കാരക്ക വീട്ടിലുണ്ട് എന്ന് പറയാം. അദ്ദേഹം ഈ കഅബ് ബിൻ അംർ അൽ അൻസാരി അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അദ്ദേഹം 20-ാം വയസ്സിൽ അഖബയിൽ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്ത മഹാനാണ്. ബദറിൽ പങ്കെടുത്ത ബദരിയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ബദർ യുദ്ധത്തിൽ ബന്ദിയായി പിടിച്ചത് ഈ കഅബ് ബിൻ അംർ അൽ അൻസാരിയാണ്. വളരെ മഹാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയും അൽ കഅബ് ബിൻ അൽ അംർ അൽ അൻസാരി അൽ അഖബി അൽ ബദരി എന്നൊക്കെ പറയും, അൽ മദനി. ഏതായാലും വീട്ടിൻ്റെ ഉള്ളിൽ നല്ല കാരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്ത്രീയെ ചുംബിച്ചു പോയി. പക്ഷെ അദ്ദേഹം തെറ്റ് അദ്ദേഹത്തിന് ഉടനെ ബോധ്യപ്പെടുകയാണ്. അതാണ് മനുഷ്യ സഹജമായി ചില വീഴ്ചകൾ വന്നതെന്ന് വരും. പക്ഷേ അതൊരു ഹരമായി അത് ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കുമ്പോഴാണ് വിഷയം. പക്ഷെ അദ്ദേഹം ഉടനെ ഒരു അപരാധം, പിശാചിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കി അദ്ദേഹം ഉടനെ ഓടുകയാണ് വീട്ടിൽ നിന്ന്. പിന്നെ അദ്ദേഹത്തിന് കാരക്കയില്ല, കച്ചവടമൊന്നും വേണ്ട, പൈസയും വേണ്ടൊന്നും വേണ്ട. അദ്ദേഹം ഓടി അബൂബക്കർ റളിയല്ലാഹു തആല എന്നോട് പറയാണ്, ഞാൻ അബൂബക്കർ എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വന്നു പോയി. അപ്പോൾ എന്താ അബൂബക്കർ എന്ന് പറഞ്ഞത്, യാ കഅബ് ഉസ്തുർ അലാ നഫ്സിക് വതുബ് വലാ തുഖ്ബിർ ബിഹി അഹദൻ. കഅബ് ഉസ്തുർ അലാ നഫ്സിക്, നിങ്ങളിൽ നിന്ന് അത് സ്വകാര്യതയിൽ വന്നാണ്, അത് മറച്ചു പിടിക്കുക. വതുബ്, തൗബ ചെയ്യും, അള്ളാഹിനോട് പൊറുക്കലിനെ തേടി പശ്ചാത്തപിക്കുക. വലാ തുഖ്ബിർ അഹദൻ, ആരോടും മുണ്ടല്ലേ എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് പൊറുതിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം അള്ളാഹു വിലക്കിയ കാര്യമാണ്, ഈ ഒരു വിഷയം പാടില്ല എന്നുള്ള. അദ്ദേഹം വലിയൊരു അപരാധത്തിലേക്ക് പോയിട്ടില്ല, ഒരു വിചാരത്തിലേക്കോ മറ്റോ പോയില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്നല്ലേ, അന്യ സ്ത്രീകളുമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് പറയല്ലേ. മൂന്നാമനായിട്ട് ശൈത്താൻ ഉണ്ടാവും. അതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഇത് ബദറിൽപ്പെട്ട സഹാബിയാണ്. അപ്പോൾ ഉടനെ ഉമറിൻ്റെ അടുക്കിലേക്ക് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമറിൻ്റെ അടുക്കിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ പറഞ്ഞു, യാ കഅബ് ഉസ്തുർ അലാ നഫ്സിക് വതുബ് വലാ തുഖ്ബിർ അഹദൻ. കഅബ്, അത് മറച്ചു പിടിക്കുകയും തൗബ ചെയ്യും, ഇനി അമ്മാരി തെറ്റിലേക്കില്ല എന്ന് അള്ളാഹിനോട് ഏറ്റു പറയാൻ, പിന്നെ ആരോടും മിണ്ടല്ലേ എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് പൊറുതിയില്ല. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ റസൂൽ ഇങ്ങനെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഗൗരവത്തിൽ തന്നെ കണ്ടത്. അകുൻത ജഹസ്ത ഗാസിയൻ ഫി ബൈതിക ഗാസിയൻ ഫി സബീലില്ലാഹ് എന്നൊക്കെ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ ഒരുക്കി നിർത്തിയിട്ടാണോ താങ്കളുള്ളത്, ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്ത് ജീവിക്കാനെന്ന രീതിയിൽ റസൂലുള്ളാഹി ഗൗരവത്തിൽ പറഞ്ഞു. പിന്നെ പക്ഷെ അദ്ദേഹം വളരെ ഈ വിഷയത്തിൽ കുണ്ഠിതപ്പെട്ട് വിഷമിച്ച് പശ്ചാത്താപബോധമുള്ളവനായിട്ടാണ് വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തല താഴ്ത്തിയിരുന്നു എന്നാണ്. തല താഴ്ത്തിയിരുന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ
ഒരു വചനം ഇറക്കിയിട്ട് പ്രതികരിച്ചത്. എന്താ വചനം? സൂറത്ത് ഹൂദിലെ വഅഖിമി സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത് ദാലിക ദിക്റ ലിദ്ദാകിരീൻ എന്ന ആയത്തിറക്കിയത് ആ വിഷയത്തിലാണ്. വഅഖിമി സ്വലാത്ത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ, 5 വക്ത് നിസ്കരിക്കുന്നതാണ് കൃത്യമായിട്ട്. അതതിൻ്റെ അർത്ഥം. വഅഖിമി സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ, 5 വക്ത് നിസ്കാരം യഥാവിധം നിസ്കരിക്കുക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നന്മകൾ കൊണ്ട് തുടർത്തുക, നന്മകൾ തിന്മകളെ മായിക്കും. അപ്പോൾ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധനാണ്. ദാലിക ദിക്റ ലിദ്ദാകിരീൻ ഈ ആയത്തോതി. അപ്പോൾ പിന്നെ ദാലിക ദിക്റ ലിദ്ദാകിരീൻ, ഉത്ബോധനം ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാവർക്കും ഉത്ബോധനമാണിത് എന്നാണ്. കാരണം ഈ ആയത്തിറങ്ങിയിട്ട് റസൂൽ അത് കേൾപ്പിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന് മാത്രമാണ്, അത് ഞങ്ങൾക്കൊക്കെ ഉള്ളതാണോ എന്ന് സഹാബികൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെ ഈ ഐബുകൾ മറക്കുക എന്നുള്ളത്, ഐബ് എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഔറത്തുകൾ മറക്കുക എന്നുള്ളത്, ഔറത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം എന്തല്ല, നമ്മളുടെ സ്വകാര്യ അവയവങ്ങൾ മാത്രമല്ല ഔറത്തുകൾ. ഔറത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തെറ്റുകൾ കുറ്റങ്ങൾ അതൊക്കെ എന്താണ് ഔറത്താണ്. മായിസ് ബിൻ മാലിക് എന്തിനാണ് വന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നില്ലേ? മായിസ് അദ്ദേഹം തെറ്റ് ചെയ്തതിനാലാണ്, അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അദ്ദേഹം വന്നത്. ആ സംഭവം അദ്ദേഹം ഈ തെറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനോട് പറഞ്ഞു, അസ്സാൽ എന്ന് പറയുന്ന ആളോട് പറഞ്ഞു, അസ്സാൽ. അപ്പോൾ അസ്സാലാണ് പറഞ്ഞത് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറയാൻ. അങ്ങനെയാണ് അദ്ദേഹം താൻ ചെയ്ത് തെറ്റ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സാലിനെ വിളിച്ചിട്ട് പറയുന്നത്, യാ അസ്സാൽ ലൗ സതർതഹു ബിസൗബിക് ലകാന ഖൈറൻ മിമ്മാ സനഅത ബിഹി. അസ്സാൽ, നിങ്ങളുടെ തുണി കൊണ്ട് അദ്ദേഹത്തെ മറച്ചു പിടിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത് നിങ്ങൾ ഈ ചെയ്തതിനേക്കാൾ. എൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ പറഞ്ഞേക്കണതിന് പകരം അദ്ദേഹം ചെയ്ത തെറ്റിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് മറച്ചു പിടിച്ചാൽ മതിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവിടെ സിത്ർ, മറക്കൽ, വിഷയം ഏതാ? വിഷയം നമ്മളുടെ ഐബുകൾ, ഔറത്തുകൾ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ. അതാണ്, അതൊരു പ്രധാന വിഷയമാണ് സിത്റുൽ ഔറ എന്നുള്ളത്. അതിന് തേടാൻ ദുആ ചെയ്യണം. വസലുല്ലാഹ ഐ യസ്തുറ ഔറാത്തിക്കും, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഔറത്തുകൾ മറക്കാൻ തേടൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നത്. ഭയങ്കര ഒരു വിഷയമാണത്. നമ്മളുടേത് അങ്ങാടിപ്പാട്ടായാൽ നമ്മൾ അപമാനിതരാണ്. അത് ആകാൻ പണിയൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അള്ളാഹു ആക്കട്ടെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ മഹത്തായ കാരുണ്യാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു മറ നിശ്ചയിച്ചത്, മറയിട്ടത്. ഇനി ഇത് നാളെ പിറ്റേന്ന് പരലോക കോടതിയിൽ വിചാരണയുടെ വേദിയിൽ ഇത് ജനസമക്ഷമാണ് വിചാരണയ്ക്ക് വിധേയമാകുക. ജനസമക്ഷം, ലോകർ മുഴുവൻ നബിമാരുടെ സാന്നിധ്യത്തിൽ, മലക്കുകളുടെ സാക്ഷ്യത്തിൽ, വിചാരണയുടെ വേദിയിൽ അവിടെ ഇത് മറക്കപ്പെടണം. ഫസലുല്ലാഹ അൻ യസ്തുറ ഔറാത്തിക്കും വ അൻ യുഅമ്മിൻ റൗആത്തിക്കും. യുഅമ്മിന റൗആത്തിക്കും എന്താ? റൗഅത്ത് എന്ന പേടിയാണ്, റൗ അല്ലേ? ഫലമ്മാ ദഹബ അൻ ഇബ്രാഹീമ റൗഉ വജാഅത്തുൽ ബുശ്റ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇബ്രാഹീമിൽ നിന്ന് റൗഉ പോയപ്പോൾ എന്നാണ്. എന്താ റൗഉ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ പേടിയാണ്. എന്താ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ പേടി? എപ്പോഴാണ് പേടി? മലക്കുകൾ വന്നപ്പോൾ. മലക്കുകൾ അതിഥികളായി വന്നു, സുമുഖർ സുസ്മേര വദനർ ആയിട്ട് വന്നു യുവാക്കൾ അല്ലേ? അപ്പോൾ അതിഥികളെന്ന നിലക്ക് സൽക്കരിച്ചു. പക്ഷേ അവർ ഭക്ഷണം തിന്നാൻ കൂട്ടാക്കണില്ല, കൈ നീട്ടുന്നില്ല. അപ്പോൾ ഫൗജസ മിൻഹും ഖീഫത്തൻ അല്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര പേടിയുണ്ടായി. ആ പേടിനെ കുറിച്ചാണ് പറയുന്നത്. ഫലമ്മ ദഹബ അൻ ഇബ്രാഹിം റൗഉ, ഇബ്രാഹീമിൽ നിന്ന് റൗഉ പോയപ്പോൾ, റൗ എന്ന് പറഞ്ഞാൽ അതാണ് അൽ ഫസ അൽ ഖൗഫ്, പേടി. പേടിക്കപ്പുറം നിർഭയത്വം തരാനാണ് യുഅമ്മിന റൗആത്തിക്കും എന്ന് ഇവിടെ തേടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പേടിയുണ്ടായാലെന്ന് ആലോചിച്ച് നോക്കി, എന്താ പേടിയുണ്ടായ? ഇപ്പം ഇന്ന് നമ്മൾ അഹ്സാബിൻ്റെ വിശദീകരണത്തിൽ 2 കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു തആല വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ് അല്ലേ? വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അള്ളാഹു അവരുടെ കൽബുകൾ റുഅബിനെ, റുഅബ് പറഞ്ഞാൽ തന്നെ പേടി, പേടിയെ അള്ളാഹു സുബ്ഹാനഹു തആല ഇട്ടതാണ്, അള്ളാഹു പിടിപ്പിച്ചതാണ് പറഞ്ഞത്. ബനു ഖുറൈദ ജൂതഗോത്രത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല കൽബിൽ പേടി കൊടുത്തു. അതേപോലെ തന്നെ ബനു നദീർ ജൂതഗോത്രത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ കൽബിൽ പേടി കൊടുത്തു. അതുകൊണ്ട് തന്നെ ബനു നദീർ അവർ
അവർക്ക് ഏറ്റവും സ്വാർത്ഥമായതായിരുന്നു അവരുടെ തോട്ടങ്ങളും അവരുടെ വീടുകളും കോട്ടകളൊക്കെ. സ്വന്തം കൈയോടെ തന്നെ അവരത് പൊളിക്കണ അവസ്ഥ ഉണ്ടായി. പേടിയുണ്ട്. ബനു ഖുറൈദ അള്ളാഹു അവരിലും ഈ ഇത് കൊടുത്തു. സൂറത്ത് ഹശറിൽ ബനു നദീറിൻ്റെ പേടിയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്. സൂറത്ത് അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഖുറൈദ ജൂതഗോത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത് വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്. അതുകൊണ്ട് തന്നെ ആ പേടിയിൽ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് അതേപോലെ പരിഭ്രാന്തിയിലായി കഴിഞ്ഞ ഗോത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, മനസ്സിലാക്കുന്നത്. പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം അതിലെന്ത് സ്വസ്ഥയാണ്, എന്ത് സമാധാനമാണ്, എന്തൊരു റാഹത്തൊന്നുമില്ല. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അള്ളാഹു പറഞ്ഞു സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ്. അവിശ്വസിച്ചവരുടെ കൽവിൽ ഞാൻ റുഅബിനെ കൊടുക്കുന്നറില്ലേ, പേടിയിട്ട് കൊടുക്കുന്നറില്ലേ. കാരണം പേടി അള്ളാഹിൻ്റെ ഒരു വലിയ ആയുധമാണ്, അള്ളാഹുവിൻ്റെ വലിയൊരു സൈന്യമാണ്. അതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ മനുഷ്യ ജീവിതം പ്രയാസമാണ്. അതാണ് അതിൻ്റെ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് തേടാൻ പറയാണ് വഅയ്യു അമ്മിന റൗആതിക്കും, നിങ്ങളുടെ പേടി പോക്കി നിർഭയത്വം കനിയാൻ വേണ്ടിയിട്ട്. എപ്പോൾ? ഈ സമയം. ഏത് സമയം? അള്ളാഹുവിൻ്റെ നഫഹത്ത് അല്ലേ, റഹ്മത്തിൻ്റെ നഫഹത്ത്, അള്ളാഹു കാരുണ്യം അത് അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒഴുക്കുമ്പോൾ, പ്രസരിപ്പിക്കുമ്പോൾ ആ സമയം. അപ്പോൾ ആർക്കത് ഏൽക്കുന്നുവോ അവർ മഹാഭാഗ്യവാന്മാരാണ്. ആ മഹാഭാഗ്യത്തിൽ ഈ രണ്ട് കാര്യം നേടിയാൽ സത്രുൽ ഔറ അതേപോലെ തന്നെ അമ്നുർ റൂഅ ഇത് നേടിയിട്ടുണ്ടെങ്കിൽ അയാൾ മഹാഭാഗ്യവാനാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഈ സത്രുൽ ഔറത്തും അതേപോലെ തന്നെ ഈ അമ്നുർ റൂഅയും ദുആയിൽ പിന്നെ വിഷയീഭവിച്ചത് നമ്മൾ പലയിടത്ത് വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഖന്തഖ് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും പേടിയുടെ അങ്ങേ അറ്റത്താണ്. അതുകൊണ്ടാണ് അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്നുള്ള ഹദീസിൽ പിന്നെ സഹാബികൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, കിടങ്ങ് യുദ്ധത്തിൻ്റെ പരിസരത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ മിൻ ഷൈഇൻ നഖൂലുഹു വഖദ് ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ. റസൂലെ, കൽബുകൾ കഴുത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇപ്പം ചൊല്ലാൻ വല്ലതും ചൊല്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് സലുല്ലാഹ യസ്തുറ ഔറാത്തിക്കും അയ്യു അമ്മിന റൗആത്തിക്കും, അല്ലെങ്കിൽ അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന. അങ്ങനെ അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന, അള്ളാഹുവേ ഞങ്ങളുടെ ഔറത്തിനെ നീ മറക്കണമേ, ഞങ്ങളുടെ റൗഅത്തിനെ പോക്കി നിർഭയത്വം നീ ഞങ്ങൾക്ക് കനിയണമേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ സഹാബികൾ ദുആ ചെയ്തു. എന്താ ദുആ പറഞ്ഞേ? അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന. എന്താ ഹദീസിൽ കാണാം ഫദറബല്ലാഹു വുജൂഹഹും ബിർരീഹ് വഹസമഹും ബിർരീഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളുടെ മുഖത്തെ കാറ്റിനെ കൊണ്ട് തച്ചു എന്നാണ്. കാറ്റിനെ കൊണ്ട് അള്ളാഹു അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ ഹദീസിൻ്റെ നിവേദനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഫദറബല്ലാഹു വുജൂഹഹും ബിർരീഹ്, കാറ്റുകൊണ്ട് അള്ളാഹു ആ ശത്രുവിൻ്റെ മുഖത്തെ അടിച്ചു എന്നാണ് ഈ ദുആ അവർ ചെയ്തപ്പോൾ. അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ. അതിൻ്റെ ഒരു മഹത്താണ്, ഫലാണ്. നമ്മൾ ഉണ്ടല്ലോ നമ്മളുടെ ദീനിൽ നമുക്കൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. നമുക്ക് വേണ്ടിയിട്ട് മനസ്സ് വെച്ച് പഠിച്ച് പറഞ്ഞില്ല എങ്കിൽ അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. നോക്കി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി അദ്ബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഈ ഒരു വിഷയം എന്താ, ഖൗഫും റൗഉം ഒക്കെ പര്യായം പോലെ തന്നെയാണ്. ചില സൂക്ഷ്മമായിട്ടുള്ളതായ വ്യത്യാസങ്ങളൊക്കെ ഈ ഭാഷാധികണ്ടുക്കളിൽ അതുമായൊക്കെ ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഒക്കെ പേടി, ഭയം എന്നുള്ളതാണ്. അദ്ബുൽ മുഫ്രദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീനെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലാഇൽ കലിമാത്ത് ഇദാ അസ്ബഹ വ ഇദാ അംസ. അങ്ങനെയാണ് ഇബ്നു ഉമർ പറയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല ഹൗലാഇൽ കലിമാത്ത്, ഈ പദപ്രയോഗങ്ങൾ കലിമാത്ത്. എപ്പോൾ? ഇദാ അസ്ബഹ നേരം വെളുത്താലും വ ഇദാ അംസ വൈകുന്നേരമായാലും. പ്രഭാത പ്രദോഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലാത്ത പ്രയോഗങ്ങൾ. അതാണ് ഇബ്നു ഉമർ പറയുന്നത്. എന്താണത്? അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. പിന്നെ അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. പിന്നെ അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി
വ അൻ യമീനി വ അൻ ഷിമാലി വ മിൻ ഫൗഖി വ അഊദു ബിക അല്ലാഹുമ്മ അൻ ഉഗ്താല മിൻ തഹ്തി. അതാണ്. അവിടെ നോക്കി നിങ്ങൾ എല്ലാ നേരം വെളുക്കുമ്പോഴും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആവചനങ്ങളിൽ ഇവയുണ്ട്. അതിൽ അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അള്ളാഹു എൻ്റെ ഔറത്തുകളെ നീ മറക്കണമേ. വ ആമിൻ റൗആത്തി, എൻ്റെ ഭയപ്പാടുകളെ പോക്കി നീ എനിക്ക് നിർഭയത്തെ മരുളയണമേ എന്നുള്ള പദം അതിൻ്റെ ആ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു പ്രാധാന്യം. അനസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, മൻ കതമ ഗദബഹു സതറല്ലാഹു ഔറതഹു. എന്താ മൻ കതമ ഗദബഹു? ഒരാൾ തൻ്റെ ദേഷ്യം അടക്കിയാൽ സതറല്ലാഹു ഔറതഹു, അതിൻ്റെ പ്രതിഫലം എന്താ, ബെനിഫിറ്റ്, അള്ളാഹു അവൻ്റെ ഔറത്തിനെ മറക്കും എന്നുള്ളതാണ്. ഔറത്തിനെ മറക്കുന്നുള്ള. പിന്നെ ഇതൊക്കെ കൊണ്ടുവന്ന എന്തിനാ, ഞാൻ സത്രുൽ ഔറത്തിൻ്റെ വിഷയവും അതേപോലെ അമ്നുർ റൗഅത്തിൻ്റെ വിഷയവും അതിൻ്റെ പ്രാധാന്യവും ആ ഒരു മേഖല സംസാരിക്കാനല്ല. പിന്നെയോ നമ്മുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൻ്റെ നഫഹാത്ത് അവിടെ നിന്ന് ഇവിടേക്ക് ചൊരിയുമ്പോൾ, വർഷിക്കുമ്പോൾ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസരിപ്പിക്കുമ്പോൾ അതിന് വിധേയരാകുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. തഅറദു ലിനഫഹാത്തി റഹ്മത്തില്ല, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ആ നഫഹാത്തിന്, ഒഴുക്കിന് നിങ്ങൾ വിധേയരാകൂ എന്നാണ് പറയുന്നത്. ഫൈന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മത്തിഹി യുസീബു ബിഹ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു എല്ലാവർക്കും അത് ഏൽപ്പിക്കൂല. പിന്നെയോ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന ദാസന്മാർക്കാണത് നൽകുക. അവിടെ അത് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പം നമ്മളോട് പറയണം, ആ സമയം നിങ്ങൾ ഇത് തേടി, വസലുല്ലാഹ യസ്തുറ ഔറാത്തിക്കും വായോമിന റവാത്തിക്കും. പിന്നെ തുടക്കത്തിൽ പറഞ്ഞു വഫ് അലുൽ ഖൈറ ദഹ്റക്കും, നമ്മൾ എല്ലാ നന്മകളെയും എന്ത് ചെയ്യുക, എപ്പോഴും ചെയ്യുക. അതാണ് എപ്പോഴും ചെയ്യുക. അല്ലെങ്കിൽ ഉത്ലുബുൽ ഖൈറ ദഹ്റക്കും, എപ്പോഴും നമ്മൾ നന്മകളെ തേടുക, അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത്. അവ നന്മയിലായിരിക്കുക, അതേപോലെ ദുആയുള്ളവരായിരിക്കുക. ആ സമയം അള്ളാഹു ആ റഹ്മത്തിൻ്റെ നഫഹാത്ത് കനിയുമ്പോൾ നമ്മൾ അത് വിധേയരാകുക എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു പ്രധാന വിഷയം, ഈ ഒരു സമയം ആ റഹ്മത്തിൻ്റെ നഫഹാത്ത് എപ്പോൾ നമ്മളോട് പറഞ്ഞില്ല, അത് ഇന്ന സമയത്താന്ന് പറഞ്ഞില്ല. അതെന്തിനാ നമ്മളെപ്പോഴും അങ്ങനെ ഒരു നഫഹാത്ത് വരികയായാൽ അത് എനിക്കാവട്ടെ എന്ന് നിലക്ക് നമ്മളെപ്പോൾ ഒരു നന്മയിലായിരിക്കണം. മനസ്സ വാച കർമ്മണ, പ്രാർത്ഥനമായൊരു മനസ്സായിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ നഫഹാത്തിൻ്റെ വർഷം, അതിൻ്റെ സമയം മാത്രമല്ല നമ്മളിന്ന് മറക്കപ്പെട്ടത്. പിന്നെ എന്തൊക്കെ മറക്കപ്പെട്ടിട്ടുണ്ട് നമ്മളിൽ നിന്ന്. ഇപ്പോൾ ലൈലത്തുൽ ഖദർ നമുക്ക് പറഞ്ഞു തന്നോ? ലൈലത്തുൽ ഖദർ ചില ലക്ഷണങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്താ നമ്മളോട് പറഞ്ഞത് തഹറൗ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ കാര്യക്ഷമമായി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. അത് ഫിൽ അഷറിൽ അവാഖിർ പറഞ്ഞു, അല്ലെങ്കിൽ ഫിൽ അഷറിൽ അവാഖിർ ഫിൽ വീത്തർ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഫി റമദാന എന്ന് പറഞ്ഞു, റമദാനിൽ അവസാനത്തെ 10 ഒറ്റ രാവുകൾ എന്നൊക്കെ പറയുക ചെയ്ത്. അത് വർഷിക്കുന്ന രാവിനെ കുറിച്ച് ഇന്ന രാവ് എന്ന് നിർണയിച്ചില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു ലക്ഷ്യതാണ് നമ്മൾ എപ്പോഴും ഒരു നന്മയുടെ മനസ്സിൽ, നന്മയിൽ മുന്നേറുന്നവരായിട്ട് ഇവിടെ പരിലസിക്കാനാണ്. ഇതേപോലെ ഇപ്പോൾ സാഅത്തുൽ ഇജാബ, അന്ന് വെള്ളിയാഴ്ച എന്തുണ്ട്? ഒരു സാഅത്തുൽ ഇജാബ ഉണ്ട്. അള്ളാഹു ഉത്തരം കനിയുന്ന ഒരു സമയം. ആ സമയം എപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങൾ കാണാം ആ സമയത്തിൻ്റെ വിഷയത്തിൽ. 15ഓളം അഭിപ്രായങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് വായിച്ചത്. കാരണം എന്താ, ആ അഭിപ്രായങ്ങളൊക്കെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ചില തിരുമൊഴികൾ വന്നിട്ടുണ്ട്. ഏറ്റവും ബലപ്പെട്ടത് ഒന്നുകിൽ ജുമുഅ ഉച്ച സമയമാണ്, അല്ലെങ്കിൽ അത് അസ്തമയത്തിന് തൊട്ട് മുമ്പുള്ള ആ സമയമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ കല്ലലഹ എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ പരിമിതമായ സമയം എന്നാണ് പറഞ്ഞത്, ഇങ്ങനെ കുറച്ച് കാണിച്ചു എന്നാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇന്ന സമയം എന്ന് പറഞ്ഞു തന്നില്ല. എന്തിനാണ്? നമ്മൾ ഈ വെള്ളിയാഴ്ച മുഴുവൻ, ഈ ദിനം മുഴുവൻ ഒരു സൽപ്രതീക്ഷയിൽ, സൽക്കർമ്മത്തിൽ നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ അസ്മാഉൽ ഹുസ്ന, അതിൽ ഇസ്മുല്ലാഹിൽ ആളം. എന്താ ഇസ്മുല്ലാഹിൽ ആളം? ഇസ്മുല്ലാഹിൽ ആളം അള്ളാഹുവിൻ്റെ ഒരു മഹനീയ നാമല്ലേ. ഇദാ സുഇല ബിഹി അജാബ് ഇദാ ദഅ ബിഹി അജാബ് ഇദാ സുഇല ബിഹി അഅത എന്നാണ്. ഇസ്മുല്ലാഹിൽ ആളം എന്ന അള്ളാഹിൻ്റെ ഒരു പേര്. അതുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു തരും, ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ളതാണ്. അതല്ലേ, ഒരു വ്യക്തി വന്നിട്ട് ദുആ ചെയ്തു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ്,
എന്ന് തുടങ്ങിയിട്ടല്ല, അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു ദുആ നിർവഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അതിനോടനുബന്ധമായിട്ട് ലഖദ് സഅലല്ലാഹ ബിസ്മിഹിൽ ആളം, അള്ളാഹിൻ്റെ ഇസ്മുൽ ആളം കൊണ്ടാണ് അയാൾ ദുആ ചെയ്തത്. അല്ലദീ ഇദാ സുഇല ബിഹി അത വ ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് ദുആ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം നൽകും, ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചത് നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള ഇസ്മുല്ലാഹിൽ ആളം കൊണ്ട് അയാൾ ദുആ ചെയ്തു എന്നാണ് പറഞ്ഞത്. ചില ഹദീസുകളിൽ ഇസ്മുല്ലാഹിൽ ആളം ഫി സലാസി സുവരിൻ, അള്ളാഹിൻ്റെ ഇസ്മുല്ലാഹിൽ ആളം 3 സൂറത്തുകളിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു സൂറത്തുൽ ബഖറ, സൂറത്ത് ആലി ഇമ്രാൻ, സൂറത്ത് താഹ. ഇങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് റാവി അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ എന്നവർ പറയാണ്, അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ എന്നവർ പറയാണ്, ഞാൻ സൂറത്തുൽ ബഖറയും അന്വേഷിച്ചു, സൂറത്തു ആലി ഇമ്രാനും അന്വേഷിച്ചു, ഞാൻ സൂറത്ത് താഹയും അന്വേഷിച്ചു. എന്നിട്ട് എനിക്കത് കിട്ടി, കണ്ടെത്തി. ഈ 3 സൂറത്തിലുള്ള അള്ളാഹിൻ്റെ ഇസ്മ അതേതാ? അൽ ഹയ്യു അൽ ഖയ്യൂം, അൽ ഹയ്യു അൽ ഖയ്യൂം, അതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയാണ്. അൽ ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നി അബ്ദുല്ലാ ഇബ്നി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു സാഹിബി റസൂലില്ലാഹി എന്നാണ് ഇമാം നവവി അദ്ദേഹത്തിന് കൊടുത്തത്. ഖാസിമിനെ കുറിച്ച് പറയുന്നത് ഇബ്നു സാഹിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ സാഹിബായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ. അലാ കുല്ലിൻ അദ്ദേഹം ഈ 3 സൂറത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ ആളം എന്ന് പറഞ്ഞപ്പോൾ റാവി ഉണ്ടല്ലോ, അത് സൂറത്തുൽ ബഖറ വായിക്കുക, സൂറത്ത് ആലി ഇമ്രാൻ വായിക്കുക, സൂറത്ത് താഹ വായിക്കുക, എന്നിട്ട് അത് അന്വേഷിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, പിന്നെ ഒന്ന് അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, പിന്നെ വഅനത്തിൽ വുജൂഹ് ലിൽ ഹയ്യുൽ ഖയ്യൂം, സൂറത്ത് താഹയിലെ ആയത്ത്. അപ്പം ഈ ഇസ്മുല്ലാഹിൽ ആളം അൽ ഹയ്യുൽ ഖയ്യൂമാണ്. മനസ്സിലായി? ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇസ്മുല്ലാഹിൽ ആളം എന്നുള്ളതൊന്നുണ്ട്, അതിൻ്റെ പ്രത്യേകത ഇതാണ്, ഫലം ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതാണ് ആ നാമം എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാലയാണത്, ചിലർ പറഞ്ഞ അർ-റഹ്മാൻ ഉർ-റഹീം എന്നുള്ള നാമമാണ്, ഇപ്പോൾ ചിലർ പറഞ്ഞ് പിന്നെ അൽ ഹയ്യുൽ ഖയ്യൂം. ഇങ്ങനെ കുറേ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഈ ഒരു നാമം അന്വേഷിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മഹത്താണ്. അത് ഏത് എന്ന് നിർണ്ണയിച്ച് പറഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മൾ കൂടുതൽ എല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളും പഠിച്ച് ഇതായേക്കാം എന്ന് പഠിച്ച് അതുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്നതിന് വേണ്ടി. ഇതേപോലെ നമ്മളുടെ നമ്മൾ അമലുകളെടുത്ത് ഇത് മഖ്ബൂലാണോ അതല്ല നമ്മൾ അതിനാൽ മഹ്റൂമാണ്, അള്ളാഹു കാക്കട്ടെ, നഊദുബില്ലാ. നമ്മളെ അമലുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ അറിയോ? അമലുകളുടെ സ്വീകാര്യത അത് നമ്മളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ റമദാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നതാണ്, മനിൽ മഖ്ബൂൽ ഫനുഹന്നി വമനിൽ മഹ്റൂം ഫനുഅസ്സി. നോമ്പ് സ്വീകരിക്കപ്പെട്ടവൻ ആരാണ്? അതറിഞ്ഞിരുന്നുവെങ്കിൽ അയാളെ അനുമോദിക്കാമായിരുന്നു. നോമ്പിൽ മഹ്റൂം അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവൻ ആരാണ്? അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ഫനുഅസ്സി അനുശോചനം രേഖപ്പെടുത്താമായിരുന്നു എന്നാണ് ഇബ്നു മസ്ഊദൊക്കെ പറഞ്ഞിരുന്നത്. അറിയില്ല, കർമ്മങ്ങൾ ചെയ്തിടുക എന്നുള്ളതല്ലാതെ താൻ സ്വീകരിക്കപ്പെട്ടോ തിരസ്കരിക്കപ്പെട്ടോ ഇത് അറിയാൻ കഴിയില്ല. പഠിച്ചോൻ അത് വെളിവാക്കിയില്ല. അതെന്തിനാ? നമ്മളെപ്പോഴും ഫൈദ ഫറഗ്ത ഫൻസബ്, ഒരു പുണ്യം ചെയ്ത് വിരമിച്ചാൽ അടുത്ത പുണ്യത്തിലേക്ക് നമ്മൾ കാൽ വെക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഞാൻ സ്വീകരിക്കപ്പെട്ടു, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ നിഗളിപ്പിൽ കർമ്മ വിമുഖരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ തൊട്ട് മൂടി വെച്ചത്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ നഫഹാത്ത് അത് എപ്പോൾ ഇവിടെ വർഷിക്കുമെന്നത് പഠിപ്പിക്കപ്പെട്ടില്ല, അറിയിക്കപ്പെട്ടില്ല. അതെന്തിന്? നമ്മൾ എപ്പോഴും സദാ അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവരായി നന്മയ്ക്ക് തേടി നന്മ അന്വേഷിച്ച് നന്മയിൽ തുടരാൻ വേണ്ടി ഈ ഒരു വിഷയം ഞാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ ഉണർത്തിയത്. നന്മകൾ പെയ്തിറങ്ങുന്ന, നന്മകൾ നമ്മൾ അന്വേഷിച്ച് ആചരിക്കേണ്ട ഏറ്റവും നല്ല ഒരു സീസൺ അതാണ് നമുക്ക് സമാഗതമായിട്ടുള്ളത്, വിശുദ്ധ റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജാഅകും റമദാൻ ഷഹ്റുൻ മുബാറക്, റമദാൻ വന്നിരിക്കുന്നു, അനുഗ്രഹീത മാസം എന്ന് പറഞ്ഞായിരുന്നു സഹാബത്തിനെ ഈ മാസത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. അവർ തൽപരരായി, അന്വേഷണ തൃഷ്ണയുള്ളവരായി, നന്മകളിൽ മത്സരിക്കുന്നവരായി അവർ ഈ വിശുദ്ധ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞത് അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ കാണാം. ഖദ് ഫറദല്ലാഹു അലൈക്കും ഇദാ കാനത് അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ غلقت أبواب النار فلم يفتح منها باب وفتحت أبواب الجنة فلم يغلق منها باب.
വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാസത്തിൻ്റെ സുഫിദത്തി ഷയാത്തീൻ വ മറദത്തുൽ ജിൻ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിനുള്ള സവിശേഷതകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. സ്വർഗം തുറക്കപ്പെടുന്നത്, നരകം അടക്കപ്പെടുന്നത്, സ്വർഗ കവാടങ്ങളൊന്നും അടക്കപ്പെടാതെ, നരക കവാടങ്ങളൊന്നും തുറക്കപ്പെടാതെ, പിന്നെ ഈ കടുത്ത പിശാചുക്കളൊക്കെ ബന്ധിതരാകുന്ന വിഷയമൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു റമദാൻ മാസത്തെ അതിൻ്റെ മികവിൽ നിറവിൽ പിന്നെ വിശ്വാസികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് മാസത്തെക്കുറിച്ച് സുവിശേഷം അറിയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ സമാഗതമായിട്ടുണ്ട് എങ്കിൽ. വലില്ലാഹി ഉതഖാഉ മിനന്നാരി ഫദാലിക ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മോക്ഷം നൽകുന്ന, മോചനമേകുന്ന അള്ളാൻ്റെ ദാസന്മാരുണ്ട്. അപ്പോൾ റമദാൻ മാസത്തിൽ ആ മോചനം ലഭിക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടാൻ പരിശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു മാസമാണിത് എന്നർത്ഥത്തിൽ. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിം ലാ യുഹ്റമു ഖൈറുഹാ ഇല്ലൽ മഹ്റൂം. ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ രാത്രിയാണത്. അതിലെ നന്മകൾ നിഷേധിക്കപ്പെടുന്നവൻ, എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവൻ മാത്രമാണ്. ആ ഖദറിൻ്റെ രാവിലെ നന്മ നിഷേധിക്കപ്പെട്ടവൻ അവനാണ് മഹ്റൂം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നോക്കി. നിങ്ങൾ പിന്നെ ആ മാസത്തെ നെഞ്ചേറ്റാൻ, അതിൽ സ്ഖലിതങ്ങളിൽ നിന്നകലാൻ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വിശുദ്ധ മാസത്തിൻ്റെ ഈ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ തിരുമൊഴി, അനസ് റളിയല്ലാഹു അൻഹു ഇമാം തബ്രാനി നിവേദനം ചെയ്ത ആ ഒരു തിരുമൊഴി നമ്മൾ ചേർത്ത് വായിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് ഈ മണ്ണിലേക്ക് ഒഴുക്കുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ നഫഹാത്ത് അത് ഏൽക്കാൻ, അത് കൊള്ളാൻ, അതിൻ്റെ വർഷം അത് അനുഭവിക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കണം. ആ അവസരം ഉണ്ടാക്കൽ എങ്ങനെ? അത് ഉത്ലുബുൽ ഖൈറ ദഹ്റക്കും ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും, നമ്മൾ നന്മ അന്വേഷിച്ച് നന്മ അഭ്യസിച്ചാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്തുകൊണ്ടാണ്. ആ ദുആയിൽ വസലുല്ലാഹ അൻ യസ്തുറ ഔറാത്തിക്കും വ അൻ യുഅമ്മിൻ റൗആത്തിക്കും, സിത്റുൽ ഔറത്തിന് വേണ്ടി, അതേപോലെ തന്നെ നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസവുമായി ബന്ധപ്പെട്ടതിൻ്റെ മസാലകളും കാര്യങ്ങളൊക്കെ ഒരു വലിയ വിഷയമാണ്. പക്ഷേ ഒരു ആമുഖം എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ ഒരു വിശുദ്ധ മാസത്തെ യഥാവിധം സ്വീകരിച്ച് അതിൽ പാപമുക്തി നേടുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കനിയുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അഫും ആഫിയത്തും കനിയുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ ഉമ്മവാപ്പന്മാരെയും അള്ളാഹു ഇവിടെ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.